നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്, പിന്നെ നോർമലൈസേഷൻ, പിന്നെ പലതരത്തിലുള്ള നോർമലൈസേഷൻ. നമ്മൾ ഒരുപാട് ഡാറ്റാബേസിൽ നിന്ന് ഒരുപാട് ടേബിളിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്താലേ നമ്മുടെ കുറി ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ നോർമലൈസേഷൻ ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. ആദ്യം നമ്മൾ എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നാണ് നോക്കുന്നത്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആട്രിബ്യൂട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നാണ് നോക്കുന്നത്. അത് രണ്ട് ആട്രിബ്യൂട്ടുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ, ഒരു കോളത്തിൽ കസ്റ്റമർ ഐ ഡി ഉണ്ട്, പിന്നെ ബാക്കിയുള്ള കോളങ്ങളിലൊക്കെ കസ്റ്റമർ ഐ ഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഇൻഫർമേഷനുകളൊക്കെ ഫസ്റ്റ് കസ്റ്റമർ ഐ ഡി ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മളതിനെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിന് ഡിറ്റർമിനൻ്റ് എന്നും റൈറ്റ് സൈഡിൽ കാണുന്ന ആട്രിബ്യൂട്ടുകളൊക്കെ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ കസ്റ്റമർ ഐ ഡി ആണ് ഡിറ്റർമിനൻ്റ്, ബാക്കിയുള്ള കോളംസൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡിപ്പെൻഡൻസികളാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നോർമലൈസേഷൻ നോക്കി കഴിഞ്ഞാൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതിനാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിഡൻഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് ഡാറ്റയിൽ. അതായത് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റിലേഷൻഷിപ്പാണ്. അത് കുറച്ച് കൊണ്ടുവരാനാണ് കുറച്ച് കൊണ്ടുവരാനാണ് നമ്മൾ നോർമലൈസേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ചില നമുക്ക് ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങൾ അത് ബൈ മിസ്റ്റേക്ക് പോലും ചെയ്യാതിരിക്കാൻ പറ്റാൻ, അതായത് എലിമിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഈ നോർമലൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അതിന് ഉദാഹരണം ഇൻസേർഷനും അപ്ഡേഷനും ഡിലീഷനും ഒക്കെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലൈസേഷൻ ഉപയോഗിക്കും. പിന്നെ നമ്മൾ വലിയ ചെറിയ ടേബിളുകളാക്കിയിട്ട് അതിനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ഈ നോർമലൈസേഷൻ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ എന്തിനാണ് നോർമലൈസേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ചില അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അപ്ഡേറ്റ്, ഇൻസേർട്ട്, ഡിലീറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബൈ മിസ്റ്റേക്ക് പോലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അനോമലീസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ നോർമലൈസേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനോമലീസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലൈസേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ അനോമലീസ് നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്താ പറയുക വളരെ റിഡൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടും. അതായത് അതിൻ്റെ ഈ ഡാറ്റകളൊക്കെ അതിലുള്ള ഇൻഫർമേഷനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് എടുക്കും. അപ്പോൾ അതാണ് എന്താ പറയുക ഈ നോർമലൈസേഷൻ്റെ ഒരു കാരണം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രക്ചറൽ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു സീരീസ് ഓഫ് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ഡാറ്റാബേസ് ഉണ്ടാക്കാനും ഈ നോർമലൈസേഷൻ കൊണ്ട് പറ്റും. നമ്മൾ പഠിച്ചായിരുന്നു 3 തരത്തിലുള്ള അനോമലി ഉണ്ട്: ഇൻസേർഷൻ അനോമലി, ഡിലീഷൻ അനോമലി, അപ്ഡേറ്റ് അനോമലി എന്നത്. ഇൻസേർഷൻ അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫർമേഷൻ നേരിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം വേറൊരു ഡാറ്റ അത് ഡിമാൻഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നേരിട്ട് ഒരു ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസിനാണ് ഇൻസേർഷൻ അനോമലി എന്ന് പറയുന്നത്. ഡിലീഷൻ അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ, ചെറിയൊരു പർട്ടിക്കുലർ ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ഡാറ്റകൾക്കൊക്കെ എന്താ പറയുക അനാഥമായി പോകും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഡിലീഷൻ അനോമലി എന്ന് പറയുന്നത്. അപ്ഡേറ്റ് അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻഫർമേഷൻ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ HODയുടെ ഇൻഫർമേഷൻ എൻ്റർ ചെയ്താൽ മാത്രമേ HODയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു റിമാർക്സോ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് അപ്ഡേറ്റ് അനോമലീസ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ ടൈപ്പിലുള്ള നോർമൽ ഫോംസ് ഒക്കെ ഉണ്ട്: 1NF, 2NF, 3NF, ബോയ്സ് ഇക്കോഡ് നോർമൽ ഫോംസ്, 4NF, 5NF. ഈ 1NF, 2NF എന്ന് വെച്ച് കഴിഞ്ഞാൽ 1NF വെച്ചാൽ അതിലൊരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. റിലേഷൻഷിപ്പിന് ഒരൊറ്റ ആറ്റമിക് വാല്യൂ ഉണ്ടാവുള്ളൂ. പിന്നെ 2NF എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഇല്ലല്ലോ, ഒരു 1NF ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ടും പ്രൈമറി കീ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പിന്നെ 3NF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2NFും പിന്നെ നോൺ ട്രാൻസിഷൻ ഡിപ്പെൻഡൻസിയും ഉണ്ടാവും. പിന്നെ ഉള്ളത് എന്താ പറയുക 4NF. BCNF എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ്ങർ ഡെഫിനേഷൻ ഓഫ് 3NF ഈസ് നോൺ ആസ് ബോയ്സ് കോഡ്സ് നോർമൽ ഫോംസ് എന്ന് പറയും. പിന്നെ 4NF എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് വിൽ ബി ഇൻ 4NF ഇഫ് ഇറ്റ് ഈസ് എ ബോയ്സ് കോഡ് നോർമൽ ഫോംസ് ആൻഡ് ഹാസ് നോ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി. 5NF എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ ഈസ് ഇൻ 5NF ഇഫ് ഇറ്റ് ഈസ് ഇൻ 4NF ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ജോയിൻ ഡിപ്പെൻഡൻസി. ജോയിനിങ് ഷുഡ് ബി ലോസ്ലെസ്. ഇതൊക്കെ നമ്മൾ ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 1NF എന്താ നോക്കാം. ഈ 1NF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോർമൽ, അത് എല്ലാത്തിലും എന്താ പറയുക ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫസ്റ്റത്തെ ടേബിൾ നോക്കാം: ID, നെയിം, ഏജ്. സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ സിംഗിൾ ആറ്റമിക് വാല്യൂക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ടാമത്തെ ടേബിളിലാക്കി അത് കൺവേർട്ട് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, ID 2 സബ്ജക്റ്റ് വന്നപ്പോൾ ID 2 ID ആയി, നെയിം റിപ്പീറ്റ് ആയിട്ട് വരുന്നു, ഏജ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു, ഒരു സബ്ജക്റ്റ് മാത്രം വേറെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 1NF എന്ന് പറയുന്നത്. അപ്പോൾ ദർ ഷുഡ് നോട്ട് ബി എനി മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ്. അത് പാടില്ല, അതില്ലാതാക്കുന്നതിനെയാണ് നമ്മൾ 1NF എന്ന് പറയുന്നത്. നമ്മളിനി നോക്കുന്നത് സെക്കൻഡ് നോർമൽ ഫോമാണ്. അത് സെക്കൻഡ് നോർമൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ,
പ്രൈമറി ആട്രിബ്യൂട്ട് ഇല്ലേ, അത് പ്രൈമറി കീ ആട്രിബ്യൂട്ടായിട്ട് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ എന്താണ് പ്രൈമറി ആട്രിബ്യൂട്ട്? പ്രൈമറി ആട്രിബ്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി അതായത് ഇപ്പോൾ പ്രൈമറി കീയുടെ പാർട്ടായിട്ടുള്ള ഇതിനെയാണ് പ്രൈമറി ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പ്രൈമറി ആട്രിബ്യൂട്ട് എന്താണ്? അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് പ്രൈമറി കീ ആയിട്ട് ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ അത് നോൺ പ്രൈമറി ആട്രിബ്യൂട്ട് ആയിരിക്കും. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേബിളിലുള്ള ഫസ്റ്റത്തേൽ സ്റ്റുഡൻസ് ഐഡിയിൽ നെയിം അഡ്രസ് ഉണ്ട്, സെക്കൻഡിൽ സ്റ്റുഡൻസ് ഐഡിയിൽ സബ്ജക്റ്റ് നെയിം ഉണ്ട്, അത് സ്റ്റുഡൻസ് ഐ ഡി ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, സബ്ജക്റ്റ് ഐ ഡി ആയിട്ട് സബ്ജക്റ്റ് നെയിം ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ സ്റ്റുഡൻസ് ഐ ഡി ഉണ്ട്, സബ്ജക്റ്റ് ഐ ഡി ഉണ്ട്, മാർക്ക് ടീച്ചർ ഉണ്ട്. ഇതിൽ മാർക്സ് ഈ പ്രൈമറി കീ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, റെഡ് കളറുള്ള. പക്ഷേ ടീച്ചർ സബ്ജക്റ്റ് ഐ ഡി ആയിട്ട് മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ടു നോർമലൈസേഷൻ ഫോം അല്ല. രണ്ടാമത്തെ റോയിലുള്ളതാണ് ടു നോർമലൈസേഷൻ ഫോം ഉള്ളത്. അതായത് സ്റ്റുഡൻറ്റ് ഐ ഡി നെയിം അഡ്രസ് ആയിട്ട് കണക്ട് ആണ്, സബ്ജക്റ്റ് ഐ ഡി സബ്ജക്റ്റ് നെയിം ടീച്ചറായിട്ട് കണക്ട് ആണ്, അതേപോലെ സ്റ്റുഡൻസ് ഐ ഡി സബ്ജക്റ്റ് ഐ ഡി ആയിട്ട് കണക്റ്റഡ് ആണ് മാർക്ക്. 3NF എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ടേബിൾ ഷുഡ് ബി ഇൻ 2NF. പക്ഷേ ഒരു നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാവും. അതായത് നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ ഡിറ്റർമിൻസ് ബി ആൻഡ് ബി ഡിറ്റർമിൻസ് സി ദെൻ ഓട്ടോമാറ്റിക്കലി എ ഡിറ്റർമിൻസ് സി എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഈ ടേബിളിൽ നോക്കുക, സ്കോർ ഐ ഡി, സ്റ്റുഡൻറ്റ് ഐ ഡി, സബ്ജക്റ്റ് ഐ ഡി, മാർക്സ് സ്റ്റുഡൻസ് ഐ ഡി സബ്ജക്റ്റ് ഐ ഡി ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുകയാണ്. പിന്നെ എക്സാമിന് ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്സ്. പക്ഷേ ടോട്ടൽ മാർക്സ് ഈ സ്റ്റുഡൻസ് ഐ ഡിയും സബ്ജക്റ്റ് ഐ ഡി ആയിട്ട് കണക്റ്റഡ് ആണെങ്കിലും ഈ എക്സാം നെയിമുമായിട്ട് കൂടി ബന്ധമുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാം. താഴെ ഒരു സെപ്പറേറ്റ് കോളത്തിൽ എക്സാം ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് എക്സാം നെയിമും ടോട്ടൽ മാർക്സും കൂടി എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അതായത് സ്റ്റുഡൻസ് ഐ ഡി, അതായത് പ്രൈമറി കീ ആയിട്ട് മാത്രമല്ല ബന്ധം, വേറെ ആട്രിബ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ നമ്മൾ ഒരു പ്രൈമറി കീയിലേക്ക് അസൈൻ ചെയ്ത് ടേബിളായിട്ട് മാറ്റുന്നതാണ് 3NF എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചത്. ഇതിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് പഠിച്ചു, പിന്നെ നോർമലൈസേഷനും പല തരത്തിലുള്ള നോർമലൈസേഷനും നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചു.